സിനിമ പോലെ തന്നെ വലിയ വ്യവസായമാണ് എന്റർടൈൻമെന്റ് ടെലിവിഷനും. പ്രൊഡക്ഷനിലും പ്രസന്റേഷനിലും എപ്പോഴും ദിനം പ്രതി കാലിക പ്രസക്തമായി നിൽക്കുക എന്നതാണ് ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഏറ്റവും റേറ്റിംഗ് ഉള്ള ചില ടെലിവിഷൻ ഷോകളിലും മറ്റും താരമൂല്യമുള്ള അവതാരകർ വാങ്ങുന്ന പ്രതിഫലം നമ്മെ ഞെട്ടിക്കും. ചിലപ്പോഴൊക്കെ അവരുടെ പ്രതിഫലം സിനിമയെയും മറികടക്കുന്നതായിരിക്കും. ആ കണക്കുകൾ ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും വലിയ പ്രതിഫലം പ്രതിമാസം 60 കോടി വരെ എന്നുള്ളതാണ്. ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ ഏറ്റവും ജനപ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ ഹിന്ദി പതിപ്പിന്റെ അവതാരകനായ സൽമാൻ ഖാൻ അവസാന സീസണിൽ, അതായത് സീസൺ 18 വാങ്ങിയ പ്രതിഫലം 60 കോടി രൂപയാണ്. കളേഴ്സ് ടിവിയിലും ജിയോ സിനിമയിലുമായി 2024 ഒക്ടോബർ 6 മുതൽ 2025 ജനുവരി 19 വരെ നടന്ന സീസണാണ് ഇത്. 15 ആഴ്ചകൾ നീണ്ട ബിഗ് ബോസ് സീസണിൽ നിന്ന് 250 കോടിയോളം രൂപയാണ് സൽമാൻ ഖാന് ലഭിച്ചത്. ഒരു വർഷത്തിൽ അധികമായി ഹിന്ദി ബിഗ് ബോസിന്റെ മുഖമാണ് സൽമാൻ ഖാൻ. അർഷാദ് വാർഷിയും ശില്പ ഷെട്ടിയും അമിതാഭ് ബച്ചനും ഒക്കെയായിരുന്നു ഷോയുടെ ആദ്യ സീസണുകളിൽ അവതാരകരെങ്കിൽ സൽമാൻ ഖാൻ ആ സ്ഥാനത്തേക്ക് വന്നതോടെ റേറ്റിംഗ് കുതിച്ചുയരുന്നു. ബിഗ് ബോസ് OTTയിൽ കരൺ ജോഹർ അവതാരകനായി വന്നപ്പോഴും ജനപ്രീതിയിൽ ഇടിവുണ്ടായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ സിനിമാ തിരക്കുകളാലോ സൽമാൻ ഖാൻ അവതാരകന്റെ സ്ഥാനത്ത് നിന്നും മാറി നിന്ന എപ്പിസോഡുകളിലും റേറ്റിംഗിലെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 15 വർഷം മുൻപ് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് സൽമാൻ ഖാൻ ഒരു സിനിമയ്ക്ക് വാങ്ങിയിരുന്ന പ്രതിഫലം 5 കോടി 10 കോടിയൊക്കെ ആയിരുന്നു. നിലവിൽ ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി അദ്ദേഹം 150 കോടി രൂപ വാങ്ങുന്നുണ്ട്. സൽമാൻ ഖാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ ടെലിവിഷനിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് കപിൽ ശർമ്മയും രൂപാലി ഗാംഗുലിയും ഒക്കെയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കപിൽ ഷോയിലെ ആദ്യ സീസണിൽ കപിൽ ശർമ്മ വാങ്ങിയത് 60 കോടി രൂപയായിരുന്നു. അനുപമ എന്ന ഹിറ്റ് പരമ്പരയിലെ അഭിനയത്തിന് നടി രൂപ ഗാംഗുലി വാങ്ങുന്നത് എപ്പിസോഡ് 1-ന് 3 ലക്ഷം രൂപയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം ആരാണെന്ന്?